ഹലോ എവരി വൺ, റയീസാണ് സ്മാർട്ടപ്പിൽ നിന്ന്. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്, പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സ്മാർട്ടപ്പിൽ ഈ വർഷം വരുന്ന ഫീസ് സ്ട്രക്ചർ എന്താണ്, എന്തൊക്കെ ഓഫറുകളുണ്ട്. ഈ പ്രാവശ്യം ഒരുപാട് ഓഫറുകൾ സ്മാർട്ടപ്പ് പുഷ് ചെയ്യുന്നുണ്ട്. ഓഫർ എന്താണ്, ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾ പലരും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ബ്രാഞ്ചുകളിൽ സമീപിക്കാം. അപ്പോൾ ബ്രാഞ്ചിൽ പോകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ക്ലാസ് ടൈമിങ്ങിനെ കുറിച്ച് ചോദിക്കും, സിലബസ് എങ്ങനെയാണ് പോകുന്നത് ചോദിക്കും, കരിക്കുലം എങ്ങനെയാണെന്ന് ചോദിക്കും, അധ്യാപകരെ കുറിച്ച് അന്വേഷിക്കും, ഫീസ് സ്ട്രക്ചർ പറയും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഫീസിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞതിന്റെ ക്ലാരിറ്റി കുറവുണ്ടാകാം, മറന്നു പോകാം, എന്താണെന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് വരാം അല്ലേ. പല കാര്യങ്ങളിലായിട്ട് പേയ്മെന്റ് കെയിൽ വരുമ്പോൾ എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ വിട്ടുപോകാം. അപ്പം അത്തരം കാര്യങ്ങൾ ഒരിക്കലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് സ്മാർട്ടപ്പിന്റെ ഓഫറുകളിലോ ബെനിഫിറ്റ്സിലോ ഫീസ് സ്ട്രക്ചറിലോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇരുന്ന് കണ്ടാൽ മതിയാകും. മറ്റൊരാളുടെ സഹായവും ഇല്ലാതെ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പൊ സ്മാർട്ടപ്പിന്റെ ഫീസ് സ്ട്രക്ചർ ആൻഡ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ഓഫർ ഈ പ്രാവശ്യം സ്മാർട്ടപ്പ് തരുന്നുണ്ട്. സ്മാർട്ടപ്പിന് ഒരു ബിഗ് സർപ്രൈസ്, ഒരു ന്യൂസ് നിങ്ങളടുത്ത് അറിയിക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ അറിയിക്കാം. വിപ്ലവകരമായ ഒരു സംഭവം സ്മാർട്ടപ്പിന് വന്നിട്ടുണ്ട്. അത് ഈ നാട്ടിലേക്ക് എങ്ങനെ ബെനിഫിറ്റ് ആക്കും എന്നുള്ളതാണ് ഈ ഒരു ഫീസ് സ്ട്രക്ചറിലുള്ളത്. പക്ഷെ അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ. സോ അത് വരും ദിവസങ്ങളിൽ അറിയിക്കും. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഫീസ് സ്ട്രക്ചറും ബെനിഫിറ്റ്സും ആണ്. എന്തൊക്കെ ബെനിഫിറ്റ്സ്, ഓഫറുകൾ സ്മാർട്ടപ്പിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് കിട്ടുന്നുണ്ട് എന്ന് പാരൻസ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആ ബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ അത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ബ്രാഞ്ചിലിരിക്കുന്ന ആൾ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റണം. അതുകൊണ്ടാണ് സ്മാർട്ടപ്പ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്മാർട്ടപ്പിന്റെ ഫീസ് സ്ട്രക്ചർ ആൻഡ് ബെനിഫിറ്റ്സിലെ ആദ്യത്തെ ബെനിഫിറ്റ് പറയുന്നതിന് മുമ്പ് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ്. എന്താണ് ബേസിക് പ്ലാൻ, എന്താണ് ഇന്റർമീഡിയറ്റ് പ്ലാൻ, എന്താണ് അഡ്വാൻസ്ഡ് പ്ലാൻ എന്നുള്ള 3 പ്ലാനുകളിലാണ് ഈ വർഷം സ്മാർട്ടപ്പ് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ബേസിക് പ്ലാൻ, ഇന്റർമീഡിയറ്റ് പ്ലാൻ, അഡ്വാൻസ് പ്ലാൻ. ഇത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫീസ് സ്ട്രക്ചറും കാറ്റഗറി ചെയ്തിട്ടുള്ളത്. ബേസിക്കിന് ഒരു ഫീസ് സ്ട്രക്ചറാണ്, ഇന്റർമീഡിയറ്റിന് വേറൊരു ഫീസ് സ്ട്രക്ചറാണ്, അഡ്വാൻസിന് വേറൊരു ഫീസ് സ്ട്രക്ചറാണ്. കരിക്കുലം എന്താണ്, സിലബസ് എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നിങ്ങൾ എഴുതിയെടുത്തു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ ഇതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കാം. ഫസ്റ്റ് തന്നെ ഓഫർ വരുന്നത് ഏർലി ബേർഡ് ഓഫറാണ്. അപ്പൊ ആദ്യത്തെ ഓഫർ തന്നെ സ്മാർട്ടപ്പ് ഈ വർഷത്തെ ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്ന ഓഫറാണ്. നിങ്ങൾക്ക് ആദ്യം എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയ ഒരു ഓഫറാണിത്. ഓടിപ്പോയി ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഏർലി ബേർഡ് ഓഫർ കിട്ടും. ഏർലി ബേർഡ് ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വെറുതെ ഒരു ഉദാഹരണം. 8ാം ക്ലാസ് ആയിക്കോട്ടെ, അതിൻ്റെ ഫീസ് വേറെയാണ്, 9 വേറെയാണ്, 10 വേറെയാണ്, +1 +2 ഒക്കെ വേറെ ഫീസുകളാണ്. പല അഡ്വാൻസ് പ്ലാനിന് വേറെ ഫീസാണ്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫീസ് ഇവിടെ എടുക്കാം. ലെറ്റ്സ് സേ ആനുവൽ ഫീസ് 20,000 രൂപയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുക്കുകയാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു ഉദാഹരണമായിക്കൊണ്ട് മാത്രം നിങ്ങൾ ഇതിനെ കണക്കാക്കുക. 20,000 രൂപയാണ് നിങ്ങളുടെ ആനുവൽ ഫീസ് എങ്കിൽ ഈ ഓഫർ എത്രയായിട്ട് വരും എന്നുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 20,000 രൂപയാണ് നിങ്ങളുടെ ആനുവൽ ഫീസ് എങ്കിൽ ഏർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് ഏപ്രിലിൽ തന്നെ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പോയി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വേണ്ടതൊന്നുമില്ല. ഫോർ ദ ഫസ്റ്റ് 25 അഡ്മിഷൻ ഇൻ ഈച്ച് ബാച്ച്, ടെൻഷൻ അടിക്കണ്ട. ഈച്ച് ബ്രാഞ്ച് അല്ല, വീണ്ടും ശ്രദ്ധിക്കുക, ഈച്ച് ബ്രാഞ്ച് അല്ല. സ്മാർട്ടപ്പ് അവിടെ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈച്ച് ബാച്ച് എന്ന് പറയാൻ കാരണം. 9ാം ക്ലാസ്സിൽ 2 ബാച്ച് ഉണ്ടെങ്കിൽ ഓരോ ബാച്ചിനും എയും കിട്ടും, ബിക്കും കിട്ടും. 10ാം ക്ലാസ്സിൽ 2 ബാച്ച് ഉണ്ടെങ്കിൽ എക്കും കിട്ടും, ബിക്കിനും കിട്ടും. അപ്പോൾ ഓരോ ബാച്ചിലും നമ്മൾ ആദ്യത്തെ 25 അഡ്മിഷന് ഏർലി ബേർഡ് ഓഫർ കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് കാണാം 10% ആനുവൽ ഫീസിൽ നിന്ന് നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും. ഏർലി ബേർഡ് ഓഫർ ഒന്നും ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് കാണുക, കട്ട് ചെയ്യുക, പോസ് ചെയ്യുക, അഡ്മിഷൻ വിളിക്കുക, എടുക്കുക, ബ്രാഞ്ചിലേക്ക് പോവുക. നിങ്ങൾക്ക് 10% ഓഫർ കിട്ടും. വിച്ച് മീൻസ് നിങ്ങൾക്ക് 2000 രൂപ ഓൺ ദ സ്പോട്ടിൽ ക്യാഷ് ബാക്ക് കിട്ടും.
ക്ലിയർ അല്ലേ? സോ 2000 കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എത്രയായി മാറും? അത് 18000 രൂപയായിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് നേരത്തെ പോയി അഡ്മിഷൻ എടുത്താൽ ആദ്യത്തെ 25-ൽ എൻ്റെ കുട്ടി ഉണ്ടെങ്കിൽ ആദ്യത്തെ 25-ൽ എനിക്ക് ചെന്നെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓരോ ബാച്ചിലും നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന ആളോട് പറയാം, ആദ്യത്തെ 25-ൽ എൻ്റെ കുട്ടിയില്ലേ എങ്കിൽ എനിക്ക് സാറ് പറഞ്ഞല്ലോ എനിക്ക് ഈ ഓഫർ ഉണ്ടെന്ന്, ആ ഓഫർ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. സോ 2000 രൂപ നിങ്ങൾക്ക് സ്പോട്ടിൽ കുറച്ച് കിട്ടും. ഹാപ്പി അല്ലേ? കഴിഞ്ഞിട്ടില്ല, ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ നമ്മുടെ ഓഫറുകൾ. ഒരു ബിഗ് അഡ്വാൻറ്റേജ് വീണ്ടും നമുക്ക് വരുന്നുണ്ട്, OTP. നമ്മൾ വിചാരിക്കുന്ന OTP അല്ലേ ഇവിടെ, ദിസ് ഇസ് 1 ടൈം പേയ്മെന്റ് ആണ്. 1 ടൈം പേയ്മെന്റിൽ നിങ്ങൾ വന്നാൽ വീണ്ടും നിങ്ങൾക്ക് ഒരു 10% കൂടി കിട്ടും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഓൾറെഡി ഏർലി ബേർഡ് ഓഫർ കിട്ടി, നിങ്ങൾ നേരെ ബ്രാഞ്ചിലേക്ക് വരുന്നു, 1 ടൈം പേയ്മെന്റ് കൊടുത്താൽ അപ്പൊ നിങ്ങൾക്ക് ഒരു എന്ത് കൂടി കിട്ടും? ഒരു 10%. അപ്പൊ ടോട്ടൽ എത്ര പെർസെന്റേജ് ആയി? 20% ഓഫർ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടുന്ന രീതിയിലേക്കായി. നമുക്കൊന്നുകൂടി അത് കണക്ക് കൂട്ടി നോക്കാം. 20,000 രൂപയായിരുന്നു ഫീസ് എന്ന് അസ്യൂം ചെയ്തു നമ്മൾ. ഓക്കെ, EB കിട്ടി, നമുക്ക് EB ഏർലി ബേർഡ് ഓഫർ കിട്ടി. അതിന്റെ അർത്ഥം നമുക്ക് 2000 രൂപ കുറഞ്ഞു കിട്ടി അല്ലേ? അതിന്റെ അർത്ഥം എന്റെ ഫീസ് എത്രയായി? 18,000 രൂപയായി മാറി. ശരിയല്ലേ? ഇനി ഇതിന്റെ 10% കൂടി നമുക്കിപ്പോ കിട്ടും. ഓഫറിൽ കിട്ടും, ഒരു 10% കൂടി കിട്ടും. ദാറ്റ് മീൻസ് ഏകദേശം 1800 രൂപ കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് കിട്ടും. എങ്കിൽ നിങ്ങളുടെ ഫീസ് എന്തായി മാറും? 16,200 മാറി എന്നുള്ള രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടി? EBയും കിട്ടി, OTPയും കിട്ടി. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ 1 ടൈം പേയ്മെന്റ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് അടക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് മീൻസ് ടോട്ടലി 2000 1800 കൂടി കൂട്ടുമ്പോൾ 3800 രൂപ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് റിഡക്ഷൻ കിട്ടും. അപ്പൊ സ്മാർട്ട് ആപ്പിന്റെ ബെനിഫിറ്റ്, 1 ടൈം പേയ്മെന്റ് ഒരു ബെനിഫിറ്റ് നിങ്ങൾ മനസ്സിലായി, EB മനസ്സിലായി, OTP മനസ്സിലായി. ഇനി അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. EB ആൻഡ് OTP ഇതൊക്കെ ഒന്ന് ബ്രാഞ്ചിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. EBയുടെ ടേം ഏർലി ബേർഡ് ഓഫർ ആണെന്നും OTP എന്ന് പറഞ്ഞാൽ 1 ടൈം പേയ്മെന്റ് ആണെന്ന് അവർക്കറിയാം. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവർ ഓർമ്മപ്പെടുത്തുക. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി നമുക്ക് അടുത്തൊരു ഓഫറിലേക്ക് പോകാം. ഇതിൽ തന്നെ 4 രീതിയിൽ പേയ്മെന്റ് നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഇപ്പൊ ചില ആൾക്കാർ പറയാണ്, സാറേ എനിക്ക് ഒറ്റയടിക്ക് അടക്കാൻ പറ്റുന്നില്ല, അപ്പൊ എനിക്ക് എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട്? പേടിക്കണ്ട, അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓഫർ കൊണ്ടുവരുന്നുണ്ട്. ഒറ്റയടിക്ക് പേയ്മെന്റ് അടക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി 4 ഡിഫറെന്റ് സ്ട്രക്ചർ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാണേണ്ട ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന്, ഒറ്റയടിക്ക് അടക്കാം, ദാറ്റ് ഈസ് OTP. ഇനി ഒറ്റയടിക്ക് അടക്കാനാണ് നമ്മൾ വിളിക്കുന്ന പേര് OTP. ഇനി അത് സാധിച്ചില്ല, ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ക്വാർട്ടർ പേയ്മെന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ക്വാർട്ടർ 4 ക്വാർട്ടർ ഉണ്ടാവും അക്കാഡമിക് ഇയറിൽ. 3 മാസം 3 മാസം 3 മാസം 3 മാസം അങ്ങനെ 4 ക്വാർട്ടറിലായിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ആ 4 ക്വാർട്ടറിൽ ഓരോ ക്വാർട്ടറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫീസ് അടക്കാം. അപ്പൊ എത്ര പ്രാവശ്യം നിങ്ങൾ ഫീസ് അടക്കണം? 4 പ്രാവശ്യം കൊണ്ട് തീർക്കണം. ഓക്കെ അല്ലേ? ആ 4 പ്രാവശ്യം കൊണ്ട് തീർത്താൽ നിങ്ങൾക്ക് ഒരു 5% ഓഫർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി EB ഏർലി ബേർഡിന്റെ 10% ഓഫർ കിട്ടി. കൂടാതെ ഇതാണെങ്കിൽ ക്വാർട്ടർ പ്ലാൻ ആണെങ്കിൽ അതിനോടുകൂടി ഒരു 5% വരും. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10 + 5 = 15% നിങ്ങൾക്ക് ഓഫർ കിട്ടും. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? അത് ക്വാർട്ടർ ആയിട്ട് അടച്ചാൽ. ഇനി ചില ആളുകൾ പറയണം, ക്വാർട്ടർ അല്ലാതെ ഇനി എന്തെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് കൂട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് 6 മന്ത് പ്ലാൻ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാം. 6 ഇൻസ്റ്റാൾമെന്റ് കൊണ്ട് 6 തവണകളായി അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് എന്ത് ചെയ്യാം? തീർക്കാം. അങ്ങനെ 6 തവണകളായാൽ നിങ്ങൾക്ക് 2.5% കൂടി അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓഫർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി EBയുടെ 10% കിട്ടി, അത് 18,000 രൂപയിലേക്ക് വന്നു. ഈ 18,000 രൂപന്റെ 2.5% കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ കിട്ടും. അപ്പൊ ഓൾ ടുഗദർ നിങ്ങൾക്ക് 12% നിങ്ങൾക്ക് എന്ത് കിട്ടി? ഓഫർ കിട്ടി. ക്ലിയർ അല്ലേ? ഇനിയും നിങ്ങൾക്ക് ഒന്നുകൂടി ഇൻസ്റ്റാൾമെന്റ് വേണമെന്നാണെങ്കിൽ സ്മാർട്ട് ആപ്പ് ഒരു ഓഫർ കൂടി തരാം. അത് ഓഫറാണ്, പക്ഷേ പെർസെൻറ്റേജിലല്ല. നിങ്ങൾക്ക് 6 അല്ല 8 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അടക്കാം. 8 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കാം. ഇവിടെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കുറയില്ല. ഇവിടുത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിലാക്സ് ആക്കി തന്നു. സ്മാർട്ട് ആപ്പ് കുറച്ചുകൂടി റിലാക്സ് ആക്കി തന്നു. നിങ്ങൾക്ക് 8 തവണകളായിട്ട് അടച്ചിട്ട് എന്ത് ചെയ്യാം? ഫീസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടി പറയാം നമുക്ക്. ഒന്ന്, EB ഏർലി ബേർഡിന്റെ 10% ഉണ്ട്. 1 ടൈം അടക്കണമെന്ന് വിചാരിക്കുക. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ 1 ടൈം അടക്കണമെന്ന് വിചാരിക്കുക. ആ ബെനിഫിറ്റ് കൂടി നിങ്ങൾ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ടൈം അടക്കാനാണെങ്കിൽ നിങ്ങൾക്ക് 20% വന്നു അല്ലേ? 18,000 അതിൽ നിന്ന് 1,800 കൂടി വന്നിട്ട് നിങ്ങൾക്ക് അത്ര 3,800 രൂപയുടെ ഓഫർ നിങ്ങൾക്ക് എന്ത് ചെയ്തു? അവിടെ കിട്ടി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ പെയിൻ നമുക്ക് മനസ്സിലാവും. ആ പെയിൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. അടുത്ത സ്ലൈഡിൽ കാണിച്ചിട്ടെ. റെഡി അല്ലേ? ഇതല്ലേ നിങ്ങളുടെ അടുത്തൊരു പെയിൻ? നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതല്ലേ അടുത്തൊരു പെയിൻ? എന്താണ്? നോക്കിക്കേ നിങ്ങൾ. എന്താ?
ഒന്നിൽ കൂടുതൽ കുട്ടികൾ സ്മാർട്ട് പി പഠിക്കുന്നുണ്ട്. 8ൽ ഒരാൾ പഠിക്കുന്നുണ്ട്, 10ൽ ഒരാൾ പഠിക്കുന്നുണ്ട്, +2 ഒരാൾ പഠിക്കുന്നുണ്ട്, 3 പേര് പഠിക്കുന്നുണ്ട്. 3 പേരുടെ ഫീസ് ഒരുമിച്ച് തരണ്ടേ? അപ്പൊ അതൊരു വലിയ തുകയാവൂലേ മാസം? അതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവരുന്ന ഒരു ഓഫറാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബ്ലിംഗ് ഓഫർ. 10% ഓരോ കുട്ടിക്കും കിട്ടും. പോരെ? അതായത് ഓരോ കുട്ടിക്കും 10%. ഇപ്പൊ ഒരു ഉദാഹരണം, എൻ്റെ ഒരു അപ്പു പഠിക്കുന്നു, അപ്പു +2 പഠിക്കുന്നു. അതേപോലെ തന്നെ അവിടുത്തെ അനു പഠിക്കുന്നു, അനു 10ൽ പഠിക്കുന്നു, അനു ഇവിടെ 10ലാ പഠിക്കുന്നത്, 10th പഠിക്കുന്നത്. അപ്പു പഠിക്കുന്നുണ്ട്, അപ്പു എത്രയിലാ പഠിക്കുന്നത്? +2 പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അനുവിന്റെ ഫീസ് മാത്രം സംസാരിക്കുക. അനു ഏർലി ബേർഡ് ഓഫർ കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ OTP ചെയ്തു. ഓക്കെ, അതുകൂടാതെ സിബ്ലിംഗ് ആയതുകൊണ്ട്, അതായത് ഒരു സിബ്ലിംഗ് കൂടി ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഒരു 10% ഓഫർ കിട്ടും. അതായത് ആദ്യം 18,000 എത്തി, ഉദാഹരണമാണ് ഈ പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു 1,800 രൂപ വീണ്ടും നമുക്ക് എന്ത് കിട്ടി? ഓഫർ കിട്ടി. 1,800 രൂപ നമുക്ക് വീണ്ടും അവിടെ നിന്ന് ഓഫർ കിട്ടി. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ 1,800 രൂപ വീണ്ടും നമുക്ക് ഓഫർ കിട്ടി. അതുകൂടാതെ ഇനി ഈ ബാക്കി വരുന്ന ബാലൻസിന്റെ 1,620 രൂപ, 1,620 രൂപ വീണ്ടും കുറച്ച് കിട്ടും. 1,620 രൂപ വീണ്ടും കുറച്ച് കിട്ടും നമുക്ക്. ക്ലിയർ അല്ലേ? 1458 ക്ലിയർ അല്ലേ? 1458 യെസ്. അപ്പൊ ഇതാവും നമ്മുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി നമുക്ക് നോക്കാം. EB കിട്ടി. എത്ര %? 10%. OTP ആണെങ്കിൽ കിട്ടി, അതിന്റെ 10%. സിബ്ലിംഗ് ഉണ്ടെങ്കിൽ കിട്ടി, സിബ്ലിങ്ങിന്റെ കിട്ടി. എത്ര? 10% അതിന്റെ കിട്ടി. ഈ സിബ്ലിങ് അനൂക്ക് മാത്രമല്ല കിട്ടുന്നത്, അപ്പൂക്കും കിട്ടും. അപ്പൂന്റെ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണോ X എന്നാണെങ്കിൽ അതിന്റെ കൂടെ ഒരു 10% കൂടി കുറച്ച് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ 3 കുട്ടികൾ പഠിക്കുന്നുണ്ടോ? 10 വെച്ചിട്ട് ടോട്ടൽ ഫീസിൽ 30% കുറഞ്ഞു കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഫാമിലിയിൽ നിന്ന് നമുക്കറിയാം സ്മാർട്ടപ്പിൽ എപ്പോഴും ഒരു ഫാമിലി അഡ്മിഷൻസ് ആണ് കൂടുതൽ വരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സ്മാർട്ടപ്പിൽ അഡ്മിഷൻ വരുന്നത് ഒരു 3 പേരുണ്ടെങ്കിലോ 2 പേരുണ്ടെങ്കിലോ അവർ ഒരുമിച്ചായിരിക്കും വരുന്നത്. അപ്പൊ അവർ വരുമ്പോൾ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഫീസ് സ്ട്രക്ചർ ഇടാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇതായിരുന്നു പാരന്റ്സ് ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ഫീസ് സ്ട്രക്ചറിലേക്ക് സ്മാർട്ടപ്പ് മാറി. ദെൻ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 14,580 രൂപയിലേക്ക് ആ ഫീസ് മാറിയിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ചേർന്ന് സ്മാർട്ടപ്പിന്റെ പുതിയൊരു എക്സ്ക്ലൂസീവ് പരിപാടിയാണത്. ഇതൊരു എക്സ്ക്ലൂസീവാണ്, ഈ വർഷം കൊണ്ടുവരുന്നതാണ്. ഈ വർഷം കൊണ്ടുവരുന്ന പരിപാടിയാണ് അറിവ് പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ, അറിവ് മാത്രം പരക്കട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിൽ സ്മാർട്ടപ്പ് ഈ വർഷം കൊണ്ടുവരുന്ന ഒരു ഓഫറാണ്. ആ ഓഫർ റെഫറൽ ഓഫറാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്മാർട്ടപ്പിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, സ്മാർട്ടപ്പിന്റെ ബോർഡുകൾ കണ്ടിട്ടുണ്ട്, സ്മാർട്ടപ്പിന്റെ ഹോർഡിങ്സ് കണ്ടിട്ടുണ്ട്, സ്മാർട്ടപ്പിന്റെ മീഡിയ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. നമുക്കറിയാം നിങ്ങളിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ത്രൂവേ നടക്കുന്നുള്ളൂ. അതിനുവേണ്ടി സ്മാർട്ടപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് വി ബിലീവ് ഇൻ സ്ട്രോങ് ബോണ്ടിങ് വിത്ത് സ്റ്റുഡൻസ്. റെഫറൽ ഓഫർ. നിങ്ങൾ സ്മാർട്ടപ്പിൽ വന്നു, സ്മാർട്ടപ്പിൽ പഠിച്ചു, നിങ്ങൾക്ക് സ്മാർട്ടപ്പിന് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ സ്മാർട്ടപ്പിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു കുട്ടിയുടെ അടുത്ത് സ്മാർട്ടപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ മകൻ ഇവിടെ ചേർത്തി റിസൾട്ട് ഉണ്ട് എങ്കിൽ നിങ്ങളൂടി ചേർത്തിക്കോളൂ എന്ന് പറഞ്ഞ് റെഫറൽ ചെയ്യാറുണ്ട്. ഇത്രയും കാലം ആ റെഫറൽ എന്ന് പറഞ്ഞ ഒരു ബോണ്ടിന്റെ ഭാഗമായി മാത്രം നിലനിൽക്കുമ്പോൾ ഈ വർഷം മുതൽ ആ ബോണ്ടിന് ഒരു എക്സ്ട്രാ ചീസ് കൂടി ഞങ്ങൾ ആഡ് ചെയ്യാണ്. റെഫറലിന് ഒരു പേയ്മെന്റ് ഏറിയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരു വസ്തു അത് സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അത് ഏറ്റവും നല്ലതാണെന്ന് മനസ്സിലാക്കുന്നത് അത് ഉപയോഗിച്ച ആളുകളാണ് അല്ലെ? സ്മാർട്ടപ്പിനെ അറിയുന്ന ആളുകളാണ് നിങ്ങൾ മറ്റൊരാളടുത്ത് സ്മാർട്ടപ്പിനെ പറയുമ്പോൾ നമ്മൾ അതിലാണ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് വെക്കുന്നത്. അതുകൊണ്ട് സ്മാർട്ടപ്പിന്റെ അറിവ്, സ്മാർട്ടപ്പിന്റെ കരിക്കുലം പരക്കട്ടെ, ആ രീതിയിലേക്ക് എല്ലാവരിലേക്ക് എത്തട്ടെ എന്നുകൊണ്ട് റെഫറൽ ഓഫറുണ്ട്. ഓരോ കുട്ടിക്കും നിങ്ങൾക്ക് റെഫറൽ ഓഫറായ 250 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഇത് ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ അനു
അനു വന്നു, അപ്പുവും വന്നു. അനുവിന്റെ കൂട്ടുകാരത്തി ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, അപ്പുവിന്റെ കൂട്ടുകാരൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അവർ അഡ്മിഷൻ എടുക്കാൻ വരുന്നു. അവർ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ അഡ്മിഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളടുത്ത് ചോദിക്കും റെഫറൽ ഉണ്ടോ? അപ്പോൾ അവർ പറയും ആ റെഫറൽ ഉണ്ട്, ഇന്ന ബ്രാഞ്ചിൽ പഠിക്കുന്ന ഇന്ന ആൾ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നത് എങ്കിൽ അത് ഓൾറെഡി നമ്മൾ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അത് പോയിന്റ് ആയിട്ട് വരുന്നു, അത് നിങ്ങൾക്ക് ബ്രാഞ്ചിൽ നിന്ന് റിഡീം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ രണ്ടാളുകൾ വന്നിട്ടുണ്ടെങ്കിൽ 250 + 250 നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് എത്ര കാശ് കിട്ടും? 500 rupees നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. നമ്മളത് ആഗ്രഹിക്കുന്നത്, നമ്മളൊരു നല്ല സംഭവമാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിച്ച സ്ഥലം നല്ലതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റെഫറൽ ചെയ്യും അല്ലേ, മറ്റുള്ളവരോട് പോകും. അതുപോലെ തന്നെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും. അത് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് റെഫറൽ ചെയ്യാം. ആ റെഫറൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് റെഫറൽ. കാരണം അതിലൂടെ നിങ്ങൾ ഏൺ ചെയ്യണം. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ മുമ്പ് സ്മാർട്ടപ്പ് മാത്രമായിരുന്നു ഏൺ ചെയ്തിരുന്നത്, ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ പഠിക്കുന്നു, നല്ല റിസൾട്ട് ആണെന്ന് കാണുന്നു, സ്നേഹമുള്ളൊരു ഫാമിലി ഉണ്ടെന്ന് കാണുന്നു, നിങ്ങളത് മറ്റുള്ളവരടുത്ത് പറയുന്നു, സ്മാർട്ടപ്പിന് ഒരു അഡ്മിഷൻ കിട്ടുന്നു, ശരിയല്ലേ? സ്മാർട്ടപ്പിന് ബെനിഫിറ്റ് ഉണ്ട്. എന്നാൽ സ്മാർട്ടപ്പ് ഈ പ്രാവശ്യം മുതൽ ആഗ്രഹിക്കുന്നു അത്തരം ബെനിഫിറ്റ് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ കൂടി ഉണ്ടാവണം. അവിടുന്ന് നല്ലൊരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ പെർ സ്റ്റുഡൻറ്റ് 250 വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് റെഫറൽ ഓഫർ കൂടി ഈ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. സോ നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെ ഓഫറാണ്. ഇപ്പൊ നിങ്ങളൊന്ന് കാണാതെ പഠിച്ച പോലായി. ഇ ബിക്ക് എത്ര കിട്ടും? 10% കിട്ടും. ഓക്കെ, ഒ ടി പിക്ക് എത്ര കിട്ടും? 10% കിട്ടും. വെരി ഗുഡ്. ഇനി സിബ്ലിംഗ് ഓഫർ ഉണ്ട്. സിബ്ലിംഗ് ഓഫറിന് എത്ര കിട്ടും? അവിടെയും 10% കിട്ടും ഓരോ കുട്ടിക്കും. ഇനി അതുകൂടാതെ റെഫറൽ ഓഫർ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്യാഷ് ബാക്ക് ആയി നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഇത്തരം ഓഫറുകൾ ഈ വർഷം എക്സ്ക്ലൂസീവായിട്ട് സ്മാർട്ടപ്പ് തരുന്നുണ്ട്. കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആളുകളിലെ ഒരു കമ്മ്യൂണിറ്റി, നമുക്കറിയാം വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു കൂട്ടായ്മ ഉണ്ടാവണം. ആ കൂട്ടായ്മ കൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത്തരം ആശയങ്ങൾ വരും വർഷങ്ങളിൽ സ്മാർട്ടപ്പ് ഇംപ്ലിമെന്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഫീ സ്ട്രക്ചർ. ഇത് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വീണ്ടും ഇരുന്ന് കാണാം. ബ്രാഞ്ചിൽ പോകുന്ന ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ കാണാതെ തന്നെ പഠിച്ചു വെച്ചേക്കാം. നമുക്കറിയാം നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന കാര്യങ്ങളാണ്. അത് മനഃപൂർവ്വം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ കഴിഞ്ഞിട്ടില്ല. ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാർട്ടർലി എക്സാം നടക്കുമ്പോൾ ഓരോ ബാച്ചിലെ ടോപ്പേഴ്സിനും, ഓരോ ബ്രാഞ്ചല്ല, ഓരോ ബാച്ചിലെ ടോപ്പേഴ്സിനും ക്യാഷ് ബാക്ക് പോളിസികൾ ഉണ്ടായിരുന്നു. ആ ആനുകൂല്യവും കൂടിയും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമ്പോൾ അതൊരു സ്കോളർഷിപ്പാണ് സ്മാർട്ടപ്പിന്റെ. ആ സ്കോളർഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ ഓരോ കുട്ടിയും പ്ലാൻ ചെയ്താൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസം വളരെ സെക്യൂർ ആയിട്ടും വളരെ എക്കണോമിക്കലായിട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ബാച്ചിന്റെ എക്സാമുകളിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ക്വാർട്ടർലി അനാലിസിസ് നടത്തി ടോപ്പർ ആവുന്ന കുട്ടികളിൽ, അഡ്വാൻസ് പ്ലാൻ എടുത്ത ആളുകളിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ഒരു ഓഫർ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ കംപ്ലീറ്റ് ഫീസ് സ്ട്രക്ചർ ആൻഡ് benefit plans. Okay, thank you.